പീച്ചിയിൽ വീണ്ടും ഭൂചലനം. ബുധനാഴ്ച രാവിലെ 8:45 ഭൂമിക്കടിയിൽ നിന്നും വലിയ മുഴക്കം കേട്ടുവെന്ന് പ്രദേശവാസികൾ. പ്രദേശത്ത് 4 വീടുകൾക്ക് കൂടി ഇതോടുകൂടി വിള്ളൽ കണ്ടെത്തി. തെക്കേക്കര ജിനീഷ്, മുകുന്ദൻ തൃപ്പാക്കൻ, ചീയാംവളപ്പിൽ നരേന്ദ്രൻ, ചിറ്റലപ്പള്ളി വർഗീസ് എന്നിവരുടെ വീടുകളിലാണ് വിള്ളൽ കണ്ടെത്തിയത്. കഴിഞ്ഞ ദിവസമുണ്ടായ ഭൂചലനത്തിൽ ജിനീഷിന്റെ വീട്ടിലെ കുഴൽക്കിണറിൽ മണ്ണ് വന്ന് നിറഞ്ഞ് ഉപയോഗശൂന്യമായി. ഞായറാഴ്ച വരെ കൃഷി ആവശ്യത്തിന് വെള്ളം എടുത്തിരുന്ന കുഴൽക്കിണർ ആയിരുന്നു ഇത്. എന്നാൽ തിങ്കളാഴ്ച മോട്ടോർ പ്രവർത്തിക്കാൻ ശ്രമിച്ചപ്പോൾ വെള്ളം ലഭിച്ചില്ല. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് മണ്ണ് നിറഞ്ഞത് കണ്ടെത്തിയത്. ടെക്നീഷ്യന്മാരുടെ സഹായത്തോടുകൂടി മോട്ടോർ പുറത്തെടുത്ത് നടത്തിയ പരിശോധനയിൽ 100 അടിയിലേറെ ഉയരത്തിൽ ചെളി നിറഞ്ഞു നിൽക്കുന്നത് കണ്ടെത്തി. ഇന്ന് ഉണ്ടായ ഭൂചലനത്തിലാണ് ജനീഷിന്റെ വീടിന് വിള്ളൽ വീണത്. പഞ്ചായത്ത് അംഗം സന്ധ്യ ഷാജി, പൊതുപ്രവർത്തകൻ ഷാജി പി തുടങ്ങിയവർ വീടുകൾ സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. വീടുകളുടെ പ്രധാന ഭിത്തിയിലും അകത്തും പുറത്തും ഉൾപ്പെടെയാണ് വിള്ളൽ വീണിട്ടുള്ളത്. തുടർച്ചയായി ഉണ്ടാകുന്ന ഭൂചലനങ്ങളിൽ പ്രദേശവാസികൾ ആശങ്ക രേഖപ്പെടുത്തി. മേഖലയിലെ കാട്ടാന ശല്യവുമായി ബന്ധപ്പെട്ട തിരുവനന്തപുരത്ത് വകുപ്പ് മന്ത്രിയെ സന്ദർശിക്കുമ്പോഴാണ് ഭൂചലനത്തിന്റെ വിവരമറിഞ്ഞത് എന്നും ഉടൻ തന്നെ ബന്ധപ്പെട്ട അധികൃതരെ വിവരമറിയിച്ച് വേണ്ട നടപടികൾ കൈക്കൊള്ളാൻ നിർദ്ദേശം നൽകിയതായും സന്ധ്യ ഷാജി പറഞ്ഞു. തുടർന്ന് നാട്ടിലെത്തിയ ശേഷം എല്ലാ വീടുകളിലും സന്ദർശിച്ചതിനു ശേഷം പ്രതികരിക്കുകയായിരുന്നു സന്ധ്യ ഷാജി. അടിയന്തരമായി മേഖലയിൽ പഠനം നടത്തി ജനങ്ങളുടെ ആശങ്ക ദൂരീകരിക്കണമെന്നും പഞ്ചായത്ത് അംഗം ആവശ്യപ്പെട്ടു. ഇത് ബാക്കപ്പുറത്തിനാണ്. ഇവിടെ ശരിക്കും